ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഈ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് ക്രംസ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ബ്രെഡ് ക്രംസ് ചെറിയ പീസായിട്ട് ഇതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് ഇട്ടിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടി കരിയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നഗറ്റ്സിലേക്ക് വേണ്ടത് നോക്കാം. 2 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1/4 ഗ്ലാസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. അത് ജസ്റ്റ് എല്ലാം ഡിപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിൻ്റെ നമ്മൾ ആ ബ്രൗൺ കളർ പോർഷൻ നമ്മളൊന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികമായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അത് നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ബ്രെഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മിൽക്കിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് പെപ്പർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ജീരകം ഉണ്ടെങ്കിൽ നമുക്ക് ജീരകം ആഡ് ചെയ്യാം. എന്നാൽ ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഓരോരുത്തരും നഗറ്റ്സ് ഓരോ മോഡലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി കയ്യിലൊന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ആ നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നഗറ്റ്സിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നമ്മൾ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലതും ചെയ്തെടുക്കുക, എല്ലാ നഗറ്റ്സും ചെയ്തെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നഗറ്റ്സ് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോ നഗറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഒരു സൈഡിൽ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ ഈ നഗറ്റ്സ് നമ്മൾ സോസിലൊക്കെ കൂട്ടി തന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റെഡി ആയിട്ടുള്ള ഒരു ഇതാണിത്. അപ്പോൾ എല്ലാവരും ഈ നഗറ്റ്സ് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.